പ്രാഥമിക പരീക്ഷയും വിവരണ പരീക്ഷയും രണ്ടായി നടക്കുന്ന ടെസ്റ്റുകളിൽ 2 പരീക്ഷയ്ക്കും ശേഷമാണ് മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും രണ്ടായി പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യ പരീക്ഷയ്ക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്ന ഏകീകൃത ലിസ്റ്റിൽ സപ്ലിമെന്ററിയിൽ ഉൾപ്പെട്ടാലും രണ്ടാമത്തെ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിച്ചാൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ നിലവിലെ അവസ്ഥയിൽ കഴിയും. ഇങ്ങനെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട 13 ഉദ്യോഗാർത്ഥികളെ ഡെപ്യൂട്ടി കളക്ടർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇത് വിവാദമായതിനെ തുടർന്ന് ആദ്യ പരീക്ഷ കഴിയുമ്പോൾ തന്നെ മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും രണ്ടായി പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചു. എന്നാൽ പഴയ രീതി അവലംബിച്ച് തയ്യാറാക്കിയ SI ലിസ്റ്റിൽ അനർഹർ കടന്നുകൂടിയെന്ന വിലയിരുത്തൽ നടത്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ പുറത്താക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. കഴിഞ്ഞ കമ്മീഷൻ യോഗത്തിൽ അംഗങ്ങൾക്ക് നൽകിയ കുറിപ്പിൽ SI ലിസ്റ്റിൽ ക്രമവിരുദ്ധമായി 267 പേർ ഉൾപ്പെട്ടെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. BDO ഉൾപ്പെടെ 8 ലിസ്റ്റുകൾ ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 പരീക്ഷയുള്ള ടെസ്റ്റുകളിൽ ആദ്യ ടെസ്റ്റിന് ശേഷം ഏകീകൃത ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നത് PSCയുടെ തന്നെ രീതിയായിരുന്നു. എന്നാൽ പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ പുറത്താക്കാനുള്ള നീക്കം നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കും. PSCയുടെ നീക്കം നടപ്പായാൽ 100 കണക്കിന് പിന്നാക്കക്കാർ ലിസ്റ്റിൽ നിന്ന് പുറത്താകും. കൂടാതെ 2 പരീക്ഷയുള്ള തസ്തികകളിൽ വിഷയത്തിലെ ആഴത്തിലുള്ള അറിവ് പരിശോധിക്കുന്ന വിവരണ പരീക്ഷയ്ക്ക് പകരം OMRനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ മുഖ്യ മാനദണ്ഡമാക്കുന്നതും വിമർശന വിധേയമാകും. മീഡിയ 1 തിരുവനന്തപുരം.